ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ച് ദൈവവചനത്തിൽ നിന്നും നമുക്ക് ധാരാളം വസ്തുതകൾ ഗ്രഹിക്കുവാൻ സാധിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ ഒരു പൂർണ്ണ രൂപം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പക്ഷപാത രോഗിയായ മനുഷ്യനെയും ചുമന്നുകൊണ്ടുവരുന്ന 4 പേർ തങ്ങളുടെ മുമ്പിൽ വെല്ലുവിളികൾ ഉയർത്തിയ എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് കർത്താവായ യേശുക്രിസ്തുവിന് മുൻപിലേക്ക് അവരുടെ ആവശ്യത്തെ ഇറക്കി വയ്ക്കുന്നതായി നാം കാണുന്നു. തങ്ങളുടെ മുമ്പിൽ അടഞ്ഞുകിടന്ന വാതിലുകളെ കണ്ട് പിന്മാറിപ്പോകാതെ വളരെ പരിശ്രമിച്ച് വീടിന്റെ മേൽക്കൂര പൊളിച്ച് പക്ഷപാത രോഗിയെ കിടക്കയോടെ യേശുക്രിസ്തുവിന് മുമ്പിൽ ഇറക്കി വയ്ക്കുവാൻ അവർക്ക് ഇടയായി തീർന്നതിന് കാരണം പക്ഷപാത രോഗിയെ സൗഖ്യമാക്കുവാൻ യേശുക്രിസ്തുവിന് കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസമായിരുന്നു. യേശു അവരുടെ വിശ്വാസത്തെ അംഗീകരിച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാത രോഗിയോട്, മനുഷ്യ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏതൊരു മനുഷ്യന്റെയും വിശ്വാസത്തിന്റെ ആഴമളക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. നാം നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തോട് അറിയിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ സാധിപ്പിച്ചു തരുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നാം പൂർണ്ണമായി വിശ്വസിക്കേണ്ടതുണ്ട്. പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും വൻമതിൽ നമുക്ക് മുമ്പിൽ ഉയർന്നു നിന്നാലും പിന്മാറിപ്പോകാതെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവയെ നേരിടുവാൻ നാം തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാനിടയാകും. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്നുള്ളതാണ്. വിശ്വാസത്തിന്റെ നല്ല പോർ വരുത്തുവാൻ ഈ വചനങ്ങളാൽ ദൈവം താങ്കളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.